ജയിച്ചേ പറ്റൂ. ഇതൊരു വലിയ വേർഡാണല്ലേ മക്കളെ. നമ്മുടെ ലൈഫിൽ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിലും നമുക്ക് ജയം നേടുക എന്നുള്ള ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ഒരുപാട് കാര്യങ്ങളിൽ നമുക്ക് തോറ്റു പോവേണ്ട അവസരങ്ങൾ നമ്മുടെ ലൈഫിൽ വരും. എന്ന് വെച്ചിട്ട് നമ്മുടെ ലൈഫ് പോയി അല്ലെങ്കിൽ നമ്മൾ ഇനി തോറ്റുപോയും അല്ലെങ്കിൽ നമ്മളൊരു തോൽവിയാണ് എന്നുള്ള രീതിയിൽ നമ്മൾ മുമ്പോട്ട് പോവുകയല്ല ചെയ്യേണ്ടത്. ആ മിസ്റ്റേക്സിൽ നിന്നും എന്തുകൊണ്ട് ഞാൻ തോറ്റുപോയി, പല കാരണങ്ങളായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ വരുത്തിയ മിസ്റ്റേക്ക് ആയിരിക്കാം, അല്ലെങ്കിൽ ചുറ്റുപാടിൽ നിന്നും ഉണ്ടായിട്ടുള്ള പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം നിങ്ങൾ തോറ്റുപോയിട്ടുണ്ടാവുക. സോ ആ മിസ്റ്റേക്സ് മനസ്സിലാക്കി അത് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും അടുത്തത് നമുക്ക് ജയിക്കാൻ വേണ്ടി ഉറപ്പായിട്ടും പറ്റും. യെസ്. അപ്പോൾ ഇപ്രാവശ്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ഓണ പരീക്ഷയ്ക്കാണ് നമ്മൾ ചെറുതായിട്ടെങ്കിലും ആ ഒരു ഫെയിലിയർ നമ്മൾ ഫേസ് ചെയ്തത് അല്ലേ. ഇപ്പോൾ പലരുടെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കുട്ടികൾ പരീക്ഷയുടെ തലേ ദിവസമായാലും അല്ലെങ്കിൽ അതിന് തൊട്ട് മുന്നുള്ള കുറച്ച് ദിവസങ്ങളായാലും നല്ലോണം ഒരുപാട് നേരെ ഇരുന്ന് കുത്തിയിരുന്ന് പഠിച്ചിട്ടുണ്ടായിരുന്ന ഒരുപാട് മക്കളുണ്ട്. പക്ഷെ അവർക്കൊന്നും വിചാരിച്ച ആ ഒരു മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല ഇപ്രാവശ്യം. അപ്പം നമ്മൾ നോക്കേണ്ടത് എവിടെയാണ് നമുക്ക് മിസ്റ്റേക്ക് പറ്റിയതെന്നാണ്. യെസ്. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, നമ്മളുടെ അല്ലെങ്കിൽ ഈ ഒരു അക്കാദമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മളെല്ലാവരും പല സ്ഥലങ്ങളിൽ നിന്നും കേട്ടിട്ടുള്ള കാര്യമായിരുന്നു എക്സാം പാറ്റേണിലുള്ള മാറ്റം, സിലബസിലുള്ള മാറ്റം. ഒരുപാട് അല്ലെങ്കിൽ ഈ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നത് കുട്ടികളുടെ കോൺസെപ്റ്റ് എത്രത്തോളം ആഴത്തിൽ അറിയാം എന്ന് ടെസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകളായിരിക്കും വരുന്നുണ്ടാവുക. നമ്മൾ പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ടീച്ചേഴ്സ് പറയില്ല ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് എന്ന് പറയുന്ന ആ ഭാഗങ്ങളിൽ നിന്നുമല്ല ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും അല്ലെങ്കിൽ നമ്മളുടെ മാർക്ക് കുറയാൻ വേണ്ടിയിട്ടുള്ള ഒരു കാരണമായിട്ട് മാറിയിട്ടുണ്ട്. യെസ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് എവിടെയാണ് ആ ഒരു പാളിപ്പോയത് എന്നുള്ളതാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അതിന് ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്താണെന്നറിയോ, നമ്മുടെ ആൻസർ ഷീറ്റാണ്. അതായത് നമ്മൾ പണ്ടൊക്കെ മിസ്സായാലും പണ്ടൊക്കെ ചെയ്തിരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വിചാരിച്ച ആ ഒരു മാർക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ആ ആൻസർ ഷീറ്റ് നമ്മൾ തൊട്ടേ നോക്കിയില്ല, നമുക്ക് അതിനോട് എന്തോ ഒരു അർപ്പ് പോലെയാണ്, തീരെ ഇഷ്ടമല്ല. ചിലപ്പോൾ അത് കത്തിച്ച് വരെ കളയാനുള്ള ഒരു ടെൻഡൻസി നമുക്ക് ഉണ്ടാക്കി, ഇനി കാണേ വേണ്ടെന്ന് ആലോചിച്ചിട്ട്. പക്ഷെ അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ ആൻസർ ഷീറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് തുറന്നു നോക്കുക, അതൊന്ന് വായിച്ചു നോക്കുക. കാരണം അത് വായിക്കുമ്പോഴാണ് നമുക്ക് എവിടേക്കാണ് പ്രശ്നങ്ങൾ പറ്റിയിട്ടുള്ളത്, ഏത് ഭാഗത്താണ് നമുക്ക് പാളിപ്പോയിട്ടുള്ളത് എന്നുള്ള കാര്യം മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പം അതിൽ നോക്കുകയാണെങ്കിൽ പലതരത്തിലുള്ള മിസ്റ്റേക്കുകൾ ഉണ്ടായിരിക്കും അല്ലേ. അതായത് ചില ക്വസ്റ്റ്യൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കോൺസെപ്റ്റ് ക്ലാരിറ്റി ഇല്ല, അതായത് നമുക്ക് ആ ഒരു കോൺസെപ്റ്റ് നമ്മൾ പഠിച്ചത് കറക്റ്റായിട്ട് നമുക്ക് തലയിൽ കയറിയിട്ടില്ല, അല്ലെങ്കിൽ കോൺസെപ്റ്റ് നമുക്ക് ക്ലിയർ ആയിട്ടില്ല എന്നുള്ളത് നമുക്ക് ആ ഒരു ക്വസ്റ്റ്യനെ നമ്മൾ എഴുതി വെച്ചിട്ടുള്ള ആൻസർ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ചില ക്വസ്റ്റ്യൻസ് വായിച്ചപ്പോൾ നിങ്ങൾ ചിലപ്പോൾ വേറെ രീതിയിലായിരിക്കും ഇന്റർപ്രിറ്റ് ചെയ്തിട്ടുണ്ടാവുക. ആ ചോദ്യം അപ്പൊ നമ്മളിപ്പോ ടെൻഷനോട് കൂടി ആയിരിക്കും വായിക്കുന്നുണ്ടാവുക, അല്ലെങ്കിൽ ഒരു ചില വേർഡുകൾ കാണുമ്പോൾ ഓക്കെ ഇത് ഞാൻ പഠിച്ചതാണ് എന്നുള്ള രീതിയിൽ കാണുമ്പോൾ നമ്മൾ ചിലപ്പോൾ ആൻസേഴ്സ് എല്ലാം എഴുതിയിട്ടുണ്ടാവും. പക്ഷെ ചോദിച്ച ചോദ്യം അതായിരിക്കില്ല. അതായത് നമ്മൾ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരത്തിന് നമുക്ക് മാർക്ക് തരുള്ളൂ. അത് റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് എഴുതി കഴിഞ്ഞാലും കൃത്യമായിട്ടുള്ള പോയിന്റുകൾ നിങ്ങൾ എഴുതിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് മാർക്ക് കിട്ടില്ല. ആൻഡ് അടുത്ത കാര്യം എന്ന് പറയുന്നത് ചിലപ്പോൾ ടൈമിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ട് നിങ്ങൾ ചില ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് ഇൻകംപ്ലീറ്റ് ആക്കി വെച്ചിട്ടുണ്ടായിരിക്കും. ഇതെല്ലാം നമുക്ക് നിങ്ങളുടെ ആൻസർ ഷീറ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഓരോ സ്ഥലത്തും നിങ്ങൾക്ക് എങ്ങനെയാണ് മാർക്ക് പോയത്. അതിൽ ഏറ്റവും കൂടുതൽ വരാനുള്ള കാരണം അല്ലെങ്കിൽ ഒരു മാർക്ക് കുറയാനുള്ള റീസൺ എന്ന് പറയുന്നത് ഇപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നിങ്ങൾ വായിച്ചു നോക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് വായിച്ചു നോക്കുന്ന സമയത്ത് അതേത് ഭാഗത്ത് നിന്നാണ് ചോദിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാത്ത ഒരവസ്ഥ. അതിൻ്റെ മെയിൻ ആയിട്ടുള്ള കാരണം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള എല്ലാ ടോപ്പിക്കും ചിലപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടാവില്ല. അവസാന നിമിഷത്തിൽ പഠിക്കുന്നതുകൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്തിട്ടായിരിക്കും വെച്ചിട്ടുണ്ടായിരിക്കുക. കോൺസെപ്റ്റ് എന്തൊക്കെയോ അവിടെ നമുക്ക് അറിയുണ്ടാവുമായിരിക്കും. അതൊക്കെ നമുക്ക് ഉള്ളത് വെച്ചിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് എന്താ പറയുക നീട്ടി പരത്തി എഴുതിയിട്ടുണ്ടായിരിക്കും. പക്ഷെ അതിൽ ആ ഒരു എന്താ പറയുക ഒരു കഴമ്പില്ല. നമ്മൾ എഴുതി വെച്ച ആൻസർ നമുക്ക് ആ ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആവാത്തത് കൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിൽ കാര്യമായിട്ടൊന്നും ഇല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഓണം എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ടീച്ചേഴ്സിന് ഒരു ആൻസർ കീ കൊടുക്കും. ആ ആൻസർ കീയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ആ മാർക്ക് തരണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെ പോയിന്റുകൾ അതിൽ വേണം എന്നുള്ളത് കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ കാര്യം നിങ്ങൾ കൃത്യമായിട്ട് ചിലപ്പോൾ 4 പോയിന്റുകളായിരിക്കും വേണ്ടി വരിക. അത് നിങ്ങൾ ക്രിസ്പായിട്ട് എഴുതിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ കറക്റ്റായിട്ട് വെറും 4 പോയിന്റിൽ നിങ്ങൾക്ക് ചിലപ്പോൾ 4 മാർക്ക് കിട്ടും. പക്ഷെ അതിന് പകരം ചിലപ്പോൾ നിങ്ങൾ ഒരു പേജ് എഴുതിയിട്ടുണ്ടോ, വാരം പോലെ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. പക്ഷെ നമ്മളിങ്ങനെ വിചാരിക്കും ഇത്ര പേര് എഴുതിയിട്ട് എന്താ മിസ് മാർക്ക് തന്നില്ല. അപ്പം അതിന് നിങ്ങൾ സ്വന്തമായിട്ട് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും എന്തുകൊണ്ട് ടീച്ചർ ഇത്ര മാർക്ക് തന്നു എന്നുള്ളത്. ഓക്കെ. ആൻഡ് അടുത്ത കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ പ്രസന്റേഷൻ സ്കിൽ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പൊ നിങ്ങൾ ഭയങ്കരമായിട്ടുള്ള ഹാൻഡ് റൈറ്റിംഗ്, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹാൻഡ് റൈറ്റിംഗ് വേണം എന്ന് ഒരിക്കലും ഇല്ല. ഇപ്പൊ മിസ്സിന്റെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു ഹാൻഡ് റൈറ്റിംഗേ അല്ല. പ്രത്യേകിച്ച് ചെറിയ ക്ലാസ്സുകൾ ഇപ്പോഴാണ് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് വന്നിട്ടുള്ളത്. അതെ, ഇപ്പൊ പണ്ട് പേപ്പറിൽ എഴുതുന്ന സമയത്ത് ഞാൻ വലുതാക്കിയിട്ടൊക്കെ എഴുതുന്നുണ്ട്.
ചെയ്തിട്ടുണ്ടായിരുന്നത് കുറച്ച് നീറ്റ്, അതായത് ഭയങ്കര ഒരു ടീച്ചർ കാണുന്ന സമയത്ത് അടിപൊളി ഹാൻഡ് റൈറ്റിംഗ് എന്ന് പറയുന്ന ഒരു ഹാൻഡ് റൈറ്റിംഗേ ആയിരുന്നില്ല. പക്ഷെ എനിക്ക് നല്ല മാർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. കാരണം എന്താ, ഞാനത് നീറ്റായിട്ട് എഴുതും. അതായത് ഒരു ടീച്ചർക്ക് വായിക്കുമ്പോൾ മനസ്സിലാവുന്ന രീതിയിൽ എഴുതും. അതേപോലെ തന്നെ ചില പോയിന്റുകളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അണ്ടർലൈൻ ചെയ്ത് വെക്കും. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഒരു എന്താ പറയുക ബോക്സിലൊക്കെ ആക്കി വെക്കും. ആ ഒരു നീറ്റ്നെസ് നമുക്ക് വരുത്താൻ വേണ്ടി പറ്റും. എല്ലാവർക്കും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹാൻഡ് റൈറ്റിംഗ് വേണമെന്നില്ല, നിർബന്ധമൊന്നുമില്ല. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യാ, നമ്മൾ എഴുതുന്ന കാര്യം എന്താണോ അത് മറ്റൊരാൾ വായിക്കുന്ന സമയത്ത് നിങ്ങൾ വേണമെങ്കിൽ നിങ്ങളുടെ ആൻസർ ഷീറ്റ് വായിച്ചു നോക്കുക. അപ്പൊ തന്നെ നമുക്കത് മനസ്സിലാവും, ഇത് എനിക്കേ മനസ്സിലാവുന്നില്ല, അപ്പൊ ടീച്ചർക്ക് ഇത് എങ്ങനെ മനസ്സിലാവും എന്നുള്ളത് നമുക്ക് അപ്പൊ തോന്നും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മെയിൻ ആയിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, അപ്പൊ നമ്മൾ തുടക്കം തന്നെ ഫസ്റ്റത്തെ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു കോൺസെപ്റ്റ് നമ്മൾ ക്ലിയർ ആക്കാന്നുള്ളതാണ്. ഓക്കെ, അതിന് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഏറ്റവും ബെസ്റ്റ് ക്ലാസ് തന്നെ കാണാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രീ ആയിട്ടാണ് യൂട്യൂബിൽ ക്ലാസ് കൊടുക്കുന്നത്. ആ യൂട്യൂബിലെ ക്ലാസ്സുകൾ നമുക്ക് കാണാം. പക്ഷെ യൂട്യൂബിലാവുമ്പോൾ നമുക്ക് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. ഇപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ എല്ലാ കാര്യങ്ങളും അല്ലെ വള്ളി പുള്ളി തെറ്റാതെ നമുക്ക് ഫുൾ ഇരുന്ന് പറയാനുള്ള നേരമൊന്നും നമുക്ക് യൂട്യൂബിൽ ഉണ്ടാവില്ല. പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് ആണ് വേണ്ടത്. കാരണം ഇപ്പം നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത് മറിച്ചും തിരിച്ചും ഒക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തിൽ ജോയിൻ ചെയ്യാം, നമ്മുടെ എക്സാമിനറിൻ്റെ ബാച്ചിൽ ജോയിൻ ചെയ്യാം. അതിലൊരു പോയിന്റ് പോലും മിസ്സാക്കില്ല എന്നുള്ളത് മിസ് ഉറപ്പ് തരുന്നു. ഒരു പോയിന്റ് പോലും മിസ്സാക്കാതെ കംപ്ലീറ്റ് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് എക്സാമിന് വേണ്ട എല്ലാ കാര്യങ്ങളും അവിടെ പറഞ്ഞിരുന്നായിരിക്കും. യെസ്, പിന്നെ അടുത്ത കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് നോട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ് അല്ലേ. ടെക്സ്റ്റ് ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു എക്സാമിന് വേണ്ടി പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് തുറന്ന് പഠിക്കുന്ന സമയത്ത് അവിടെ കുറേ ചോദ്യങ്ങളായിരിക്കും, ഇമ്പോർട്ടൻ്റ് അല്ല പല രീതിയിലുള്ള കാര്യങ്ങളുണ്ട്, നമുക്ക് വേണ്ടതും വേണ്ടാത്തതുമായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടാവും. പക്ഷേ അതിൽ നിന്ന് നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള നോട്ട് ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഈ ഒരു നോട്ട് നിങ്ങൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുക എന്ന് പറയുന്നത് അത്ര അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. പക്ഷേ ഇത് നമ്മുടെ യൂട്യൂബ് ക്ലാസ്സുകളിലും നമ്മൾ ഈ പറയുന്ന പോലെ ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് ഒന്നും അവിടെ പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഓക്കെ, അതൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ നോട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു. യെസ്, അപ്പോൾ അതിൽ നിങ്ങൾക്ക് ആ നോട്ട് നോക്കി വായിച്ച് പഠിച്ചാൽ മാത്രം മതി, അത്രയും സമയം നിങ്ങൾക്ക് ലാഭമായി. ആൻഡ് നെക്സ്റ്റ് കാര്യം എന്ന് പറയുന്നത് ഓരോ ചാപ്റ്ററിൽ നിന്നും നമുക്കിപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട കാര്യം എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻസ് ആണ്. യെസ്, ക്വസ്റ്റ്യൻസ് ചെയ്യാതെ നമുക്ക് ഒരു നിവർത്തില്ല എന്നുള്ളത് ഈ ഒരു ഓണം എക്സാം കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് നിറയെ ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വർക്ക് ഷീറ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതിൽ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഉണ്ടായിരിക്കും. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴേ എക്സാംസ് നടത്തുന്നുണ്ട്, അതിലും ക്വസ്റ്റ്യൻസും ആൻസേഴ്സിന് മുന്നേ കഴിഞ്ഞു പോയിട്ടുള്ള ആ ഒരു ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള എക്സാംസിൻ്റെ ഒക്കെ നിങ്ങൾക്ക് ആപ്പിൽ അതിൻ്റെ ആൻസർ കീ അടക്കം ഉണ്ടായിരിക്കുന്നതായിരിക്കും. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഓരോ എക്സാമിന് വരെ അതായത് മോഡൽ എക്സാം എന്നൊക്കെ നമ്മൾ നടത്തുന്നുണ്ട്. അതായത് ഓണം എക്സാമിന് മുന്നേ മോഡൽ എക്സാം നടത്തിയിട്ടുണ്ടായിരുന്നു, ക്രിസ്മസ് എക്സാമിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യും, മോഡൽ എക്സാം നമ്മൾ നടത്തുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതെല്ലാം മതി ഒരു കുട്ടിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു പഠിക്കുന്ന കുട്ടിയെ സംബന്ധിച്ച് നമുക്ക് ഓരോ സബ്ജക്റ്റിലും ഏറ്റവും അടിപൊളിയായിട്ടുള്ള മാർക്ക് വാങ്ങാൻ. ആൻഡ് ഇതിൻ്റെ ഇടയിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു ടിപ്പ് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ചിലപ്പോൾ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് കുറച്ച് ടഫായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾ കൂടുതൽ സമയം കൂടെ കൊടുത്ത്, എവിടെയാണ് ഇപ്പോൾ ആണെന്നുണ്ടെങ്കിൽ ഓണം എക്സാം കഴിഞ്ഞിട്ടുള്ളൊരു സമയമാണ്, ക്രിസ്മസ് എക്സാമിന് നമുക്ക് സമയമുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഈ ഒരു സമയങ്ങളിൽ നിങ്ങളുടെ ടഫായിട്ടുള്ള നമുക്ക് എന്തായാലും അതിന് മാർക്ക് കിട്ടിയേ പറ്റുള്ളൂ. എനിക്കത് ടഫാണ്, എനിക്കത് പഠിക്കാൻ ബുദ്ധിമുട്ടാണ് എന്നുള്ളത് കൊണ്ട് നമുക്ക് അതിലത്തെ മാർക്ക് കളയാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യുക, ഈ ഒരു സമയങ്ങളിൽ നിങ്ങൾ അതിന് കൂടുതലായിട്ടുള്ള സമയം കൊടുക്കുക. അപ്പോൾ ആ ഓരോ ചാപ്റ്റേഴ്സും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ നമ്മുടെ ആപ്പിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺ എക്സാമിൻ്റെ ഏതെങ്കിലും ചാപ്റ്റേഴ്സിൻ്റെ നിങ്ങൾക്ക് അറിയില്ല എന്ന് വിചാരിക്കുക, ഓൾറെഡി അതിൻ്റെ റെക്കോർഡിങ്സ് നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ആ റെക്കോർഡിങ്സ് നിങ്ങൾക്ക് നോക്കിയിട്ട് പഠിക്കാനുള്ള ഒരു സമയം ഇപ്പം ഉണ്ട്. യെസ്, അപ്പോൾ അത് കറക്റ്റായിട്ട് പഠിച്ചു പോവുക. കറക്റ്റ് നിങ്ങൾക്ക് ടൈം ടേബിൾ ഒക്കെ തരുന്നുണ്ടായിരിക്കും. ആ ടൈം ടേബിൾ അനുസരിച്ച് കറക്റ്റായിട്ട് പഠിച്ചു പോവുക. ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക്, അതായത് ഇനിയെങ്കിലും കറക്റ്റ് ടൈം ടേബിൾ അനുസരിച്ച് പഠിച്ചു പോകണമെന്നാണെങ്കിൽ ഈ താഴെ ഇവിടെ സ്ട്രിപ്പ് നമ്മൾ ഇവിടെ നിന്ന് കാണുന്നില്ലേ, അപ്പോൾ ആ ഒരു നമ്പറിലേക്ക് എൻ്റെ കുട്ടികൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒരു ഹായ് മെസ്സേജ് അയച്ചാൽ മതി. കംപ്ലീറ്റ് ഡീറ്റെയിൽസ് പറഞ്ഞു തരും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പോഴും അവരുടെ അടുത്ത് ചോദിച്ച് എല്ലാം മനസ്സിലാക്കിയിട്ട് ജോയിൻ ചെയ്യാം. ആൻഡ് ഓൾസോ ഇന്ന് നിങ്ങളൊരു പ്രതിജ്ഞ എടുക്കുക, അതായത് ഇന്ന് മുതൽ നിങ്ങൾ ക്രിസ്മസ് എക്സാമിന് വേണ്ടിയിട്ട് ഡെയിലി കുറേ സമയം ഇരുന്ന് പഠിക്കണം എന്നൊന്നും നമ്മൾ പറയുന്നില്ല, പക്ഷേ ഒരു മണിക്കൂറെങ്കിലും നിങ്ങൾ അല്ലെങ്കിൽ ഒരു 1.5 മണിക്കൂറെങ്കിലും നിങ്ങൾ ഹയർ ക്ലാസ്സുകളിലുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഒരു 2 മണിക്കൂർ, അതായത് ഇപ്പോൾ ഒരു 9-10 ക്ലാസ്സിലുള്ള കുട്ടികളാണ് ഇത് കാണുന്നതെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു 2 മണിക്കൂർ നിർബന്ധമായിട്ടും പഠിച്ചേ പറ്റും. ഹയർ സെക്കൻഡറിയിൽ അത് +1 +2 മക്കളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എത്രത്തോളം സമയം, ഒരുപാട് സമയം പഠിക്കാൻ പറ്റുമോ അത്രയും സമയം ഇരുന്ന് പഠിക്കാൻ വേണ്ടി തയ്യാറാകുക. നിങ്ങളുടെ കാലിബർ അനുസരിച്ച് നിങ്ങൾ എത്ര സമയം ഇരുന്ന് പഠിക്കണം എന്നുള്ളതിൽ മനസ്സിലാക്കുക. സമയത്തിൽ
ഓരോരുത്തർക്കും ഓരോ ടൈം ആയിരിക്കും. ചിലർക്ക് കുറേ നേരം ഇരിക്കേണ്ടി വരും പഠിക്കാൻ. മിസ്സൊക്കെ ആണെങ്കിൽ അങ്ങനെ തന്നെയാണ്. ഒരു ടോപ്പിക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം സമയം എടുക്കേണ്ടി വരും. അപ്പം നമ്മുടെ ആ ഒരു നമുക്ക് എത്ര സമയം എടുക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് നമ്മൾ പഠിക്കാനിരിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയുള്ളൂ. നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു, നിങ്ങൾക്ക് ഈ ഇൻഫോർമേഷൻസ് ഒക്കെ പറഞ്ഞിരുന്നുണ്ട്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, അതിൽ കറക്റ്റ് ആയിട്ടുള്ള നിങ്ങൾ സെലക്ട് ചെയ്ത് പഠിക്കുക. അത്ര മാത്രമേ നിങ്ങൾ ചെയ്യണ്ടുള്ളൂ. നമ്മൾ അനലൈസ് ചെയ്തിട്ട് എന്ത് മിസ്റ്റേക്ക് ആണ് നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു ഓണം എക്സാമിന് എന്നുള്ളത് ഉറപ്പായിട്ടും ഒന്ന് കോമെന്റ് ചെയ്യുക. ആൻഡ് ഒരുപാട് കോമെന്റ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങളെ പോലെയുള്ള മിസ്റ്റേക്സ് വരുത്തി ഒരുപാട് കുട്ടികളുടെ കോമെന്റ്സ് നിങ്ങൾക്ക് കാണുമ്പോൾ എന്നെ പോലെ ഒരുപാട് കുട്ടികളുണ്ട്. അപ്പോൾ നിങ്ങൾ അത് മനസ്സിലാക്കണം. നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്നുള്ള ഒരു കാര്യം നമുക്ക് മനസ്സിലാവും. അത് നമുക്ക് തിരുത്താവുന്നേ ഉള്ളൂ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ആ പറഞ്ഞ കാര്യം എന്ത് ചെയ്യുക, നിങ്ങൾക്ക് പറ്റിയിട്ടുള്ള മിസ്റ്റേക്സ് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ടാറ്റാ ബൈ ബൈ പറഞ്ഞിട്ട് പോവാണ്. എല്ലാവരെയും നമ്മുടെ ബാച്ചുകളിലേക്ക് വെൽക്കം ചെയ്യാണ്. ഉടനെ തന്നെ ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കുക. അടിപൊളിയായിട്ട് പഠിച്ചു തുടങ്ങുക.